അമ്മേ, എല്ലാരും വെറുത്തുപോയോ എന്റെ പെങ്ങളെ? ഞാൻ പറഞ്ഞതിനെപ്പറ്റി ആർക്കൊന്നും പറയാനില്ലേ? മോനെ, സുമയോട് ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. മനു, നിന്റെ മറുപടിക്കാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. മറ്റന്നാൾ ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ യാത്ര പറയാൻ വേണ്ടി വന്നാണെന്ന് വിചാരിച്ചാൽ മതി എന്റെ ഈ വരവ്. വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം അതിനു മാത്രമുള്ള തെറ്റുകൾ സുമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അച്ഛാ, എല്ലാവരോടും വരട്ടെ. സാജ, നിൽക്ക്. സാജൻ ഇത്ര നേരം ഇവിടുന്ന് പറഞ്ഞതൊക്കെ വെറും വാക്കുകളായിട്ടാണോ നിങ്ങളൊക്കെ കേട്ടത്? ആ വാക്കുകൾക്കിടയിലെ മനസ്സിന്റെ കരച്ചിലും യാചനയും ഇവിടെ ആർക്കും മനസ്സിലായില്ലേ? എനിക്കുമില്ല അമ്മേ രണ്ട് പെങ്ങന്മാര്. സാജന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? വിളിച്ചു കൊണ്ടുവരണം അച്ഛാ സുമയെ. മനുവിന് വേണ്ടെങ്കിൽ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിഞ്ഞോളൂ അവള്. സാജൻ പറഞ്ഞ പോലെ അവളെ ഒരു വേലക്കാരിയെ കണ്ടോളൂ. ഉറങ്ങാൻ അടുക്കളയുടെ മൂലയിൽ ഒരു പായ വിരിച്ചു കൊടുത്താൽ മതി. മനസ്സിലൊരു മെത്ത വിരിച്ചു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലെങ്കിൽ അടുക്കള മൂലയിൽ ആ പായ മതിയാവൂ അവൾക്ക്. മതി മോനെ, ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരാം എന്റെ മോളെ. ഒരുങ്ങി നിൽക്കാൻ പറ അവളോട്. വേണ്ടമ്മേ, മനുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം എല്ലാരും കൂടി. മനുവിന് ഭാര്യയെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു മകളെ കൂടി വേണം. ഏട്ടാ, അവളെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാം. നിങ്ങളാരെയും ഇനിയും താഴെ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയെങ്കിലും ഒരു പരാജയം ഞങ്ങൾക്കും വേണ്ട ഏട്ടാ. വരട്ടെ.